ഹലോ ഗായ്സ്, രാവിലെ ഒരു യാത്രയുണ്ട്. പോകുന്നതിന് മുമ്പ് കുറച്ച് ഗോതമ്പ് മണി പെറുക്കി കളിക്കുകയാണ് ഞാനും കാത്തുവും കൂടെ. പോകാൻ നേരം നോക്കിയപ്പോൾ താക്കോലും പിടിച്ച് ഒരാൾ അപ്പുറത്തെ മതിലും ചാടി നിൽക്കുന്നു. കാത്തു തന്നെ ആദ്യം വണ്ടിയെ കയറിയിരിക്കും, അതും ഡ്രൈവർ സീറ്റ് തന്നെ വേണം. എന്നിട്ട് താക്കോലും ഇട്ട് അവൾ അവിടെ കയറിയിരിക്കും. കൊല്ലത്തുള്ള ഇന്ത്യ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 360 സൂപ്പർ റിയാലിറ്റി ഇമേഴ്സീവ് നോക്കി വയ്ക്കുന്നതാണ് അവിടെയാണ് നമ്മൾ പോയത്. ആദ്യം കുറേ കിളികളെയൊക്കെ കണ്ടുകൊണ്ട് നടന്നു. കാത്തുവിന് ഓരോന്നിനെയും പറ്റി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിരുന്നു എൻ്റെ പണി. അവളെ എടുത്തുകൊണ്ട് ഓരോ കിളിയുടെ അടുത്തും ചെന്ന് അതാണ് ഇതാന്നൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത്. ക്യാമറാമാൻ അതിവിദഗ്ധമായി ഞങ്ങളെ ഇരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ചേച്ചിയുടെ ഡ്യൂട്ടി. കിളികളെ കണ്ട് കിളി പോയ കാത്തുവിനെയും പൊക്കിക്കൊണ്ട് നടക്കുന്നതായിരുന്നു എൻ്റെ പണി. അല്ലെങ്കിൽ അവൾ എങ്ങോട്ടേലും ഓടിപ്പോവേ. അവസാനം 360 കയറി. ആദ്യം കയറിയപ്പോൾ കുറേ ലവ് മാത്രം മതി. ഇതാണോ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുമ്പോഴാണ് സ്റ്റാർട്ടിങ്. അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കി എന്താ കാര്യം. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷൻ കമ്മലിൻ്റെ സൈഡിലോട്ടാണ് ആദ്യം തന്നെ ഓടിക്കയറിയത്. 1-2 എടുത്തു. അത് കഴിഞ്ഞ് ബുക്ക് സ്റ്റോറിൽ കയറി. അവിടെ കയറി ചുമ്മാ ബുക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനധികം ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. അത് കഴിഞ്ഞ് നേരെ ഹൽവയുടെ അവിടെ പോയി ചുമ്മാ നോക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൈഡിൽ കയറി. കുഞ്ഞിപ്പാരുടെ റൈഡിൽ കയറി. ചേച്ചിയും കൊച്ചും ഉണ്ടായിരുന്നു ഫ്രണ്ട്. കുഞ്ഞിപ്പാറു ഹായ്. തൊട്ടടുത്തൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ടൂടെ പോയേക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം അവിടെ ഊഞ്ഞാലയിലാടി കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. കാത്തു പിന്നെ പറയേ വേണ്ട, ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, വലിഞ്ഞു കയറ്റം. വീട്ടിൽ കാണിക്കുന്ന പരാക്രമം എല്ലാം പാർക്കിൽ കയറി കാണിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നുകൊണ്ട് ഞാനും കുറേ റൈഡിലൊക്കെ കയറി, സ്ലൈഡിൽ കയറി, ഊഞ്ഞാലാടിയും. പിള്ളേരപ്പോൾ നമ്മളും കയറി എൻജോയ് ചെയ്യണം. ചില പേരൻസിനെ കണ്ടായിരുന്നു ആ സമയത്ത് പിള്ളേരെ ഫോഴ്സ് ചെയ്ത് ഫോൺ കാണിക്കുന്നു അവരടങ്ങിയിരിക്കാൻ വേണ്ടി. ഇങ്ങനെ എന്തിനാണ് അവരെ പിടിച്ചിരുത്തുന്നത്? ഉള്ള ടൈം ഈ പിള്ളേരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും നടക്കുന്ന സമയത്ത് അവരെ അവരുടെ മാക്സിമത്തിന് അവരെ വിടുക. അല്ലാണ്ട് ഇപ്പോഴേ അവരെ പിടിച്ചു വെച്ച് വെല്ലണ്ടാക്കി കളയായിരിക്കുക. ആ പിള്ളേരെ അവരുടെ വഴിക്ക് അങ്ങ് വിടുക. അവരെൻജോയ് ചെയ്യട്ടെ. ഈ പ്രായത്തിൽ ഓടണം, ചാടണം, നടക്കണം, എഴുതണം, എല്ലാം ചെയ്യണം. എന്നാലേ അവർക്ക് അവരുടെ മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ച നടക്കത്തുള്ളൂ. അപ്പം നമ്മളിപ്പോഴേ അതിനെ ഫോഴ്സ് ചെയ്ത് നമ്മളതിനെ ബലം പ്രയോഗം ചെയ്ത് മക്കളെ അടങ്ങിയിരി, എൻ്റെ കൊച്ചിനെ നല്ലതായിട്ട് വളർത്തണം എന്ന് വിചാരിച്ചിരുന്നാൽ അവരങ്ങനെ ആയിപ്പോകും. അതുകൊണ്ട് പിള്ളേരെ നമ്മളങ്ങനെ പിടിച്ചിരുത്തരുത്. പോവാതെ വരട്ടെ.
അവസാനം എല്ലാത്തിനെയും പെറുക്കി കെട്ടി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ബൈ.